Assalamu alaikum. Hi everybody. How are you all? Hope you people are doing fine and safe at home. It's me, your Farida ma'am, your English teacher. So welcome back to your English class. So we are dealing with the grammar portion and that too from lesson 2. And we had finished the lesson, then vocabulary, phonics. And now we have started grammar. Okay, so അതിനു മുന്നേ നമുക്ക് എന്ത് വേണം? We have to say dua, isn't it? നമുക്കൊരു ദുആ പറയണം. So all of you please get ready for dua for knowledge. Rabbi yassir wala tu'assir wa tammim bil khair wa bika nasta'inu ya fattahu rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay then. So let's start the lesson, and just before that let me ask you one thing. Have you had your breakfast today? എല്ലാവരും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വെള്ളവും എല്ലാം ഒക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ട് എല്ലാവരും? എല്ലാവരുടെ അടുത്ത് ഇതൊക്കെ ഇരിപ്പുണ്ടോ? എന്തെന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ മിക്സ്ചറും അത് ഇതൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് കഴിക്കാനല്ല പറയുന്നത്. വെള്ളം അടുത്ത് വെച്ചോ, വെള്ളം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിച്ചോളൂ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെന്നാണ്, നമുക്കറിയാം എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട്. മാഷാഅല്ലാഹ്, യു പീപ്പിൾ ഹാവ് ടെക്സ്റ്റ് ബുക്ക്, ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ് ബുക്ക്, isn't it? All of you please take your textbook and take page number 9. നമ്മൾ പേജ് നമ്പർ 9 എന്തെന്നാണ് പഠിക്കാൻ തുടങ്ങിയത്? ഗ്രാമറാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, നമ്മൾ ഗ്രാമർ അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഗെയിമിൻ്റെ പേരാണ് കൺജങ്ഷൻ. ഗെയിമിൻ്റെ പേരെന്താണ്? കൺജങ്ഷൻ അല്ലേ? അപ്പോൾ ഗെയിമിൻ്റെ പേര് കൺജങ്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു ഈ ഗെയിം നമ്മൾ ചെറുപ്പത്തിലേ കളിക്കാൻ തുടങ്ങിയതല്ലേ? നമ്മൾ കുഞ്ഞുനാളിലെ കളിക്കാൻ തുടങ്ങിയ ഒരു ഗെയിമാണ് കൺജങ്ഷൻ എന്ന് പറയുന്ന ഗെയിം. പക്ഷേങ്കിൽ ആ സമയത്ത് ടാസ്ക് കുറവായിരുന്നു അല്ലേ? ആ ഗെയിമിന് കുറച്ച് ടാസ്ക് കുറവുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ 4th വന്നപ്പോഴത്തേനും പുതിയ പുതിയ ടാസ്ക് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ കൺജങ്ഷൻ എന്ന് പറയുന്ന ഗെയിമിനെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ മിസ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ജസ്റ്റ് ഒന്ന് മിസ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മിസ് ഒന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ, ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ടാസ്കുകളുടെ പേരാണ് ആൻഡ്, പിന്നെയോ ബട്ട്, പിന്നെന്താണ് ഓൾ, ആഫ്റ്റർ, then what, before, when and while അല്ലേ? അപ്പോൾ ഇത്രയും ആൾക്കാരെ ഉപയോഗിച്ച്, ഇത്രയും ആൻഡ്, ബട്ട്, ഓൾ, ആഫ്റ്റർ, ബിഫോർ, വെൻ, വൈൽ, ഇത്രയും ആൾക്കാരെ ഉപയോഗിച്ചിട്ടുള്ള ടാസ്ക്കാണ് നമ്മൾ ഇത്ര ദിവസവും ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും മിസ് പറഞ്ഞു, നമ്മളിപ്പോഴും കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജങ്ഷൻ തന്നെയാണ്. കൺജങ്ഷൻ ആണ് അല്ലേ? നമ്മുടെ ഗെയിമിൻ്റെ പേരെന്താണ്? കൺജങ്ഷൻ. അപ്പോൾ കൺജങ്ഷൻ എന്ന് പറയുന്ന ഗെയിമാണ് നമ്മളിപ്പോഴും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗെയിം എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കാരണം നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗെയിം കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 സെൻറ്റൻസ് അല്ലേ? 2 സെൻറ്റൻസിനെയോ അല്ലെങ്കിൽ കുറേ സെൻറ്റൻസുകളെയോ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്? കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഗെയിം. നമുക്ക് കണക്ഷൻ കൊടുക്കണം, 2 സെൻറ്റൻസ് തമ്മിൽ അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കണം. ആ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ആൾക്കാരെ തരുമ്പോൾ ഈ ആൾക്കാരെയൊക്കെ തന്ന സമയത്ത് ഇവരെ എങ്ങനെയാണ് ആ ഗെയിമിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക എന്നുള്ളത് വി ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മിസ്സ് ഇതെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. എന്നിട്ട് മിസ്സ് എന്തെന്ന് പറഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സിൽ ഐ ഹാഡ് ടോട്ട് യു അബൌട്ട് വൺ മെമ്പർ. ഞാൻ ഒരാളിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. ആ ആള് ആരാണ്? ആ ആള് ബിക്കോസ്. ആ ആൾ ആരാണ്? ബിക്കോസ് അല്ലേ? അപ്പം ആ ആളാണ് ബിക്കോസ്. അതുപോലെ തന്നെ ഈ ബിക്കോസ് എന്ന് പറയുന്ന ആളിനെ എങ്ങനെ നമ്മൾ ഈ ഗെയിമിലേക്ക് കൊണ്ടുവരും? എങ്ങനെയാണ് ഈ ഗെയിമിൽ കൊണ്ടുവന്ന് 2 സെൻറ്റൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ ഈ ബിക്കോസ് എന്ന് പറയുന്ന ആളിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? അതാണ് ഗെയിം. അത് മിസ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു തന്നു. എന്തെന്ന് പറഞ്ഞു? ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൽ ആ സെൻറ്റൻസിൽ ഒരു റീസൺ പറയുന്നു, ഇതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, അവൾ കാരണമാണ് ഞങ്ങൾക്ക് സന്തോഷം വന്നത്. അങ്ങനെ അപ്പോൾ അവിടെ കാരണം പറയുന്നു, റീസൺ
ദേ ആർ സ്പെസിഫൈങ് എ റീസൺ. ഒരു റീസൺ, ഒരു കാരണം അവരിങ്ങനെ എടുത്തു പറയുന്നു. അങ്ങനെ കാരണം പറയുമ്പോൾ, അങ്ങനെ കാരണം പറഞ്ഞുകൊണ്ടും പിന്നെ അത് കൊണ്ട് എന്താണ് ഉണ്ടായതെന്നുള്ള റിസൾട്ടും ഇത് രണ്ടും കൂടി തരുമ്പോഴാണ് നമ്മൾ ഈ ഒരാളിനെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എന്ന വേർഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ സെൻറ്റൻസിനെ നമ്മൾ കണക്ട് ചെയ്യുക. ഇതാണ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇനി now today I'm going to introduce two more members. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ബിക്കോസിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് ഞാൻ വേറെ രണ്ട് ആൾക്കാരെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആരെയാണെന്ന് നോക്കാം. ആസ്, സിൻസ്. ഇന്ന് രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് മിസ്. ഇന്ന് ആരൊക്കെയാണ് കൊണ്ടുവന്നേ? ആസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്, സിൻസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് രണ്ടാൾക്കാരെ കൊണ്ടുവന്നു. ഇനി ഈ രണ്ടാൾക്കാരെ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം കളിക്കുക? കൺജങ്ഷൻ. ഹൗ ക്യാൻ വി പ്ലേ ബൈ യൂസിങ് ദീസ് ടു മെമ്പേഴ്സ്. ഈ രണ്ട് മെമ്പേഴ്സിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഗെയിം കളിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെ ആദ്യം. ആസ് ഇറ്റ് വാസ്. അപ്പോൾ അതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയാം മിസ്. നമ്മൾ കൺജങ്ഷൻ ഈ ഗെയിം കളിച്ച കാര്യമൊക്കെ പറഞ്ഞു അല്ലേ, നമ്മൾ എങ്ങനെയാണ് കളിക്കുന്നതെന്നും പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞു അത് എന്താണ്, വേർഡ്സ് ആണത്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസിനെയോ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയൊക്കെ കണക്ട് ചെയ്യിപ്പിക്കും. പിന്നെന്താ പറഞ്ഞതെന്നറിയോ? ദേ അപ്പിയർ ഈതോ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ് ഓർ വിതിൻ എ സെൻറ്റൻസ്. അപ്പോൾ ഈ കൺജങ്ഷൻ എന്ന് പറയുന്ന വ്യക്തികൾ, ഈ ടാസ്ക് അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മെമ്പേഴ്സ്, ഇവർക്ക് എവിടെയും വരാം. ചിലപ്പോൾ ഇവരെവിടെ വരും എന്നറിയോ? ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ. ഈതോ ദേ കം അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് അവർ വരാം. പിന്നെയോ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് അവർ വരാം. പിന്നെ അവര് ഒരു സെൻറ്റൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് മിഡിൽ പോർഷൻ ഇടയ്ക്കും വരാം. അവർക്ക് എവിടെ വേണേലും കയറി വരാം. അതിനൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല. ആർക്ക് പ്രശ്നമില്ല? ഈ കൺജങ്ഷൻ്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് അത് നമുക്ക് ചിലപ്പോൾ ആദ്യം ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ, അപ്പം നിങ്ങൾ ചോദിക്കും അതെങ്ങനെ രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആദ്യം കൊണ്ടുവന്ന് എങ്ങനെ ഇടുക? അങ്ങനെ ഇടും. അങ്ങനത്തെ കൺജങ്ഷൻസ്, അങ്ങനത്തെ ടാസ്ക്കാണ് മിസ് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ചില സമയത്ത് എവിടെ വരാം? ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്. ഈതോ ദേ കം അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ്. beginning of a sentence or in the middle. ഒന്നുകിൽ അവർ ആദ്യം വരും, അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ മിഡിലിൽ വരും. We add a comma between two parts of a sentence if we begin the sentence with a conjunction. പിന്നെന്താ അവർ പറയുന്നതെന്ന് അറിയാമോ? We add a comma. എന്നിട്ടോ നമ്മൾ ഒരു കോമ ഇടും. എന്താണ് കോമ എന്ന് നിങ്ങളെ പഠിപ്പിക്കണ്ടല്ലോ. ഇതാണ് കോമ. നമ്മൾ ഇവിടെ ഒരു കോമ ഇടും. എവിടെ ഇടുക? We add a comma between two parts of a sentence. അപ്പോൾ രണ്ട് പാർട്ട് ഉണ്ടല്ലോ. രണ്ട് പാർട്ട് സെൻറ്റൻസിനെ ആണല്ലോ നമ്മൾ ജോയിൻ ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ രണ്ട് പാർട്ട് സെൻറ്റൻസിനെ നമ്മളൊരു കോമ ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. We add a comma between two parts of a sentence if we begin the sentence with a conjunction. അതെപ്പോഴാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എന്താ? ഇടയ്ക്കൊക്കെ വരും ആൻഡ് അല്ലേ, ഇടയ്ക്കൊക്കെ ആൻഡ് വരും, നമ്മൾ അങ്ങനെ ചെയ്യും. അതുപോലെ മിസ് ഇപ്പോൾ പറഞ്ഞു ഈ കൺജങ്ഷൻ എന്ന് പറയുന്ന വ്യക്തികൾ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം വരുമെന്ന്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു, ഇങ്ങനെ ഈ കൺജങ്ഷൻ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ജോയിൻ ചെയ്യുക? അപ്പോൾ ഇഫ് ദ വേർഡ്, ശ്രദ്ധിച്ച് കേൾക്കുക. എന്തിനാ മിസ് 3 ടൈപ്പ് പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയവർ ഒന്ന് ശ്രദ്ധിച്ചോ. ഇഫ് ദ വേർഡ് കംസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ്. If the word comes at the beginning of a sentence, ഈ വേർഡ് ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വരികയാണെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ തോമാച്ചനെ അങ്ങ് ഇട്ട് കൊടുക്കണം അല്ലേ. നമ്മൾ എന്തിട്ട് കൊടുക്കണം? കോമ. നമ്മൾ കോമ ഇട്ട് കൊടുക്കും അല്ലേ. ആരെ ഇട്ട് കൊടുക്കും? കോമ അല്ലേ. അപ്പോൾ ഈ കോമ നമ്മൾ ഇട്ട് കൊടുക്കും. എന്തിന്? കൺജങ്ഷൻ എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ ആദ്യം വരികയാണെങ്കിൽ നമ്മൾ കൺജങ്ഷന് ആദ്യം കൊടുക്കുക. ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ ഇഫ് വി ഗിവ് ദ കൺജങ്ഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസ് വി ഹാവ് ടു ആഡ് എ കോമ ഇൻ ബിറ്റ്വീൻ. നമ്മളൊരു കോമ അതിൻ്റെ ഇടയ്ക്ക് ഇടണം. ഓക്കെ, ഇഫ് യു ബിഗിൻ ദ സെൻറ്റൻസ് വിത്ത് എ കൺജങ്ഷൻ വി ആഡ് എ കോമ ബിറ്റ്വീൻ ടു പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് കാണിച്ചു തരാം മിസ്. അതെങ്ങനെയാണ്
എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? Now I'll quote the examples. First example, as it was raining. ആഹാ മാഷാല്ലാ. ഇപ്പം മിസ് ഇതിവിടെ എഴുതുമ്പോഴും ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ആസ് ഇറ്റ് വാസ് റെയിനിങ് നേഹ നിങ്ങളിത് എഴുതിയെടുക്കാനൊന്നും നിൽക്കണ്ട, നമ്മളിത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യാം. നേഹ ഡിഡ് നോട്ട് ഗോ ഔട്ട് ടു പ്ലേ. നേഹ ഡിഡ് നോട്ട് ഗോ ഔട്ട് ടു പ്ലേ. എന്തെന്നാണ്? ആസ് ഇറ്റ് വാസ് റെയിനിങ്. ഇവിടെ നിങ്ങൾ കണ്ടോ, നമ്മൾ ആസ് അല്ലേ, നമ്മളിവിടെ ആസിനെ കുറിച്ചിട്ടും സിൻസും ആസ് സിൻസ് ഇങ്ങനെയുള്ള രണ്ട് വേർഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയുള്ള രണ്ട് വേർഡ്സ് ആണ് നമ്മൾ ഇവിടെ എഴുതുന്നത് അല്ലേ. അപ്പൊ ഈ രണ്ട് വേർഡ്സിന് ഉപയോഗിച്ചിട്ടുള്ള ടാസ്ക് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ആസും സിൻസിലും ആസിനെ ഞാനിങ്ങ് എടുത്തു അല്ലേ. ആസ് ഇറ്റ് വാസ് റെയിനിങ് നേഹ ഡിഡ് നോട്ട് ഗോ ഔട്ട് ടു പ്ലേ. മഴ പെയ്യുകയായിരുന്നത് കൊണ്ട് നേഹ പുറത്തേക്ക് കളിക്കാൻ പോയില്ല. ആസ് ഇറ്റ് വാസ് റെയിനിങ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം, ഇറ്റ് വാസ് റെയിനിങ് നേഹ ഡിഡ് നോട്ട് ഗോ ഔട്ട് ടു പ്ലേ, അതായിരുന്നു സെന്റൻസ്. ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുകയായിരുന്നു. നേഹ ഡിഡ് നോട്ട് ഗോ ഔട്ട് ടു പ്ലേ, നേഹ പുറത്ത് കളിക്കാൻ പോയില്ല. മഴ പെയ്യുകയായിരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഒരു മീനിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ് എന്നുള്ളൊരു സംഗതിയെ, ആ കൺജങ്ഷനെ നമ്മൾ ഇവിടെ കൊടുത്തു. എവിടെ കൊടുത്തു? ബിഗിനിങ്. അപ്പം നമ്മൾ പറഞ്ഞു, ശരി നിങ്ങൾ ബിഗിനിങ്ങിലൊക്കെ കൊടുത്തു, ഞങ്ങളൊന്നും പറയുകയില്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ബിഗിനിങ്ങിൽ നിങ്ങൾ കൺജങ്ഷൻ കൊടുത്താൽ എന്ത് ചെയ്യണം? ഇഫ് ദ വേർഡ് കം അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ്, what you have to do? You have to put a comma in between. Okay, you have to put a comma in between. Okay, അപ്പോൾ ഇതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? കോമ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് മിസ് എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ഒരു ആസിനെ കുറിച്ചിട്ട് മാത്രമാണ് പഠിപ്പിക്കുന്നത്. മിസ് അതാണ് പഠിപ്പിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ ബാലൻസ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തെന്നാണ് ഇന്ന് മിസ് ആസ് ആണ് പഠിപ്പിച്ചത്. ആസും സിൻസും ഉണ്ട്, അതിൽ മിസ് ആസിനെ ഇങ്ങ് എടുത്തു, ആസിനെ കുറിച്ച് പഠിപ്പിച്ചു. എന്തെന്നാണ്? ആസ് എന്ന് പറഞ്ഞ കൺജങ്ഷൻ ഇവിടെ ഫസ്റ്റ് വന്നു, അതുകൊണ്ട് നമ്മൾ കോമ ഇട്ടു. വൈ? ബിക്കോസ് ഇൻ കൺജങ്ഷൻ if the word means conjunction word come at the beginning of a sentence, ഈ സെന്റൻസിന്റെ ബിഗിനിങ്ങിലല്ലേ വന്നത്? ആണോ? അതെ. if this conjunction comes at the beginning of a sentence, we need to separate comma. We need to separate the parts by giving comma. നമ്മൾ ഈ രണ്ട് പാർട്ടാക്കി തിരിച്ചിട്ട് നമ്മളൊരു കോമ കൊടുക്കണം അല്ലേ. അതാണ് നമ്മൾ പഠിച്ചത്. വി ആഡ് എ കോമ ബിറ്റ്വീൻ ടു പാർട്സ് ഓഫ് എ സെന്റൻസ്. രണ്ട് പാർട്സ് ഓഫ് ദ സെന്റൻസിൻ്റെ ഇടയ്ക്ക് ഒരു കോമ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക് ആൻഡ് യു അണ്ടർസ്റ്റുഡ് ദ ടാസ്ക് ഓഫ് യൂസിങ് as a conjunction in the sentence, and inshallah I'll come with the task for since in the next video and in the next class. Till then you take care. Assalamu alaikum.